യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു വഞ്ചനയാ താനിപ്പോ എന്നോട് ചെയ്തത്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും അതിനൊരു സമാധാനം ആവില്ല. അജുവേട്ടാ, ഞാനൊന്ന് പറയട്ടെ, അതൊന്ന് കേൾക്ക്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കാനും പറയാനും ഒന്നിനും താല്പര്യമില്ല. താൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഇനി ഒന്നും ആവർത്തിക്കില്ല, ക്ഷമിക്കണം എന്നൊക്കെയല്ലേ? എന്റെ ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിലല്ല, എന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ തന്നെ എന്തൊരു അഭിമാനമായിരുന്നോ. എന്റെ ഭാര്യയെ പോലൊരു ഭാര്യയെ ലോകത്ത് ഒരു പുരുഷനും കിട്ടില്ല എന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. എന്റെ അഹങ്കാരത്തിന് ഇപ്പോ തിരിച്ചടി കിട്ടി. അല്ല, എനിക്കിത് വേണം. അത്ര ആഴത്തിലാ തന്നെ ഞാൻ സ്നേഹിച്ചത്. എടോ, ലോകത്ത് ഭാര്യയും ഭർത്താവും മാത്രമല്ല, ഏതൊരാളും പാലിക്കേണ്ട ഒരു മിനിമം കാര്യമുണ്ട്. എന്താണെന്നറിയോ? വാക്കിന് വിലയുണ്ടാവുക. അന്ന് ഞാൻ സ്നേഹസേനത്തിൽ പോയി വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്, ഇനി ഒരു കാരണവശാലും ഇവിടെ നിന്നാരും സ്നേഹസേനത്തിൽ പോകാൻ പാടില്ല എന്ന്. എന്നിട്ടോ എന്നെ ചവിട്ടി തേക്കുമ്പോഴത്തെ പ്രവൃത്തിയല്ലേ താനിപ്പോ ചെയ്തേ? എന്താ ചോദിച്ചതിന് മറുപടി ഇല്ലേ? ഞാൻ നേരത്തെ മറുപടി പറയാൻ തുടങ്ങിയപ്പോ പറയാൻ സമ്മതിച്ചില്ല. അജുവേട്ടാ, ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അജുവേട്ടനപ്പുറം എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല. അയ്യോ, വേണ്ടായേ, വേണ്ട. നമ്മൾ അത്ര വലിയ ഹിമാലയൊന്നുമല്ല. നമ്മളെങ്ങ് വിട്ടേക്ക്. എന്നെ പുകഴ്ത്തുമ്പോ ഞാൻ മുമ്പ് സന്തോഷിച്ചിട്ടുണ്ട്. പറയുന്നത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഓക്കെ, കാണാപ്പാടം പഠിച്ചു പറയാണെന്ന്. എടോ, ഞാൻ തന്റെ ജീവിതത്തിൽ എല്ലാം ആയിരുന്നു എന്ന് പറഞ്ഞൊക്കെ സത്യമായിരുന്നെങ്കിൽ അതിന്റെ ഒരു വിലയെങ്കിലും എനിക്ക് തരുമായിരുന്നു. ആ പ്രിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാ. ഈ ശത്രു എന്നുള്ള വാക്കുകളൊക്കെ അവളെ കുറിച്ച് പറയുമ്പോൾ കുറഞ്ഞു പോകും. അങ്ങനെയുള്ളവൾ താമസിക്കുന്ന സ്ഥലത്തേക്കാ താൻ പോയത്. ഞാനും നന്ദനങ്ങളും ഒക്കെ പറഞ്ഞിട്ടും തരിമ്പും കൂട്ടാക്കാതെയാ വിശ്വാസ് സാറ് അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അന്ന് വിശ്വാസ് സാറ് കാണിച്ചൊക്കെ മറക്കാൻ തനിക്ക് എങ്ങനെ പറ്റി? പ്രിയമുള്ളിടത്തേക്ക് പോകാൻ തനിക്ക് എങ്ങനെ സാധിച്ചു? മറക്കോ അജുവേട്ടാ? ഞാനെന്നല്ല ഏതൊരമ്മയും ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റെല്ലാം മറന്നു പോകും. ഒരു കാര്യം മാത്രമേ അവര് ശ്രദ്ധിക്കൂ. മുലപ്പാൽ, കുഞ്ഞിന് കൊടുക്കേണ്ട മുലപ്പാൽ അതിലും വലുതായിരിക്കില്ല അവർക്ക് ചില സന്ദർഭങ്ങളിൽ ലോകത്ത് മറ്റൊന്നും. സ്നേഹസദനത്തിലെ കുഞ്ഞിന് മുലപ്പാല് വേണമെന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നും വിളിച്ചു പറഞ്ഞപ്പോ ഒരു നിമിഷം ലോകത്ത് മറ്റെല്ലാം ഞാൻ മറന്നു. പ്രിയയെ മറന്നു, അച്ഛനെ മറന്നു, പ്രിയ ചെയ്ത ദ്രോഹങ്ങൾ മറന്നു. ആ നിമിഷത്തിൽ മുലപ്പാലിന് വേണ്ടി ദാഹിച്ചു കിടക്കുന്ന ഒരു മകള് മാത്രമേ മനസ്സിലുണ്ടായുള്ളൂ. ചുണ്ടു നുണഞ്ഞ് മുലപ്പാലിന് വേണ്ടി കരഞ്ഞ് അമ്മ എവിടെയെന്ന് അന്വേഷിക്കുന്ന ആ മോളെ മാത്രമേ ഞാൻ മുന്നിൽ കണ്ടുള്ളൂ. അമ്മയും കുഞ്ഞും, അവര് രണ്ടുപേര് മാത്രമേ ആ നിമിഷം എന്റെ ലോകത്തുണ്ടായിരുന്നുള്ളൂ. അതും എന്റെ മോളാണെന്നല്ല, അതാണ് എന്റെ മോളെന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ കയറി. അമ്മ എനിക്ക് ദാഹിക്കുന്നു, അമ്മ വേഗം എനിക്ക് പാല് തരൂ, അമ്മയുടെ പാലില്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോന്ന് എന്റെ മോളെ അലറി വിളിച്ച് പറയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ പറ്റിയില്ല. എല്ലാരും കൂടെ എടുത്ത തീരുമാനോ സ്നേഹസദനോ ഒന്നും എന്റെ മുന്നിൽ കൂടെ പോയില്ല. ഒക്കെ ഞാൻ മറന്നു അജുവേട്ടാ. പാല് കുടിച്ചു കഴിഞ്ഞിട്ട് തൃപ്തിയോടെ അവള് നന്ദി പറയുന്ന പോലെ എന്നെ ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ചു. അവളുടെ മുഖത്ത് എന്റെ പാലിന്റെ അംശമൊക്കെ പറ്റിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയിൽ ഞാനൊക്കെ മറന്നു. പിന്നീട് ഞാൻ സ്വബോധത്തിലേക്ക് വന്നത്. അജുവേട്ടൻ, ഈ വീട്, നമ്മളെടുത്ത തീരുമാനങ്ങൾ ഒക്കെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേ. പോട്ടെ, എന്നോട് ക്ഷമിക്ക്.
എന്നോട് ക്ഷമിക്കണ്ട. സത്യത്തിൽ ഇപ്പോഴാ ഞാൻ ചെയ്തത് എത്ര വലിയ എത്ര വലിയ തെറ്റാണെന്നാണോ പറയാൻ വന്നത്? താൻ ചെയ്തത് വലിയൊരു ശരിയാ. തന്നെയല്ല, തന്നിലെ അമ്മയെ ഞാനിപ്പോ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അമ്മ എന്ന് പറയുന്നത് ലോകത്ത് മറ്റെന്തിനേക്കാളും ഉയരത്തിലാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇപ്പൊ ഞാൻ അറിയുന്നു. ഒരമ്മയ്ക്കല്ലാതെ അതൊന്നും പൂർണ്ണമായിട്ട് മറ്റാർക്കും മനസ്സിലാവുകയില്ല. പോട്ടെ. എന്നെ മനസ്സിലാക്കിയതിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പോടോ, നന്ദി പറയാനോ? താൻ എന്നോടോ? അങ്ങനെയാണെങ്കിൽ ജീവിതം മുഴുവൻ പറഞ്ഞാലും എനിക്ക് തന്നോടുള്ള നന്ദി അവസാനിക്കോ? പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. ഇവിടെ എല്ലാവരും ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അതിനെക്കുറിച്ചൊന്ന് ഓർത്ത് താൻ വിഷമിക്കണ്ട കേട്ടോ. എല്ലാവർക്കും എന്നോട് വലിയ ദേഷ്യമായിരിക്കും. അവരെ കുറ്റം പറയാനും പറ്റില്ല. അതൊക്കെ വിട്ടേക്ക്, ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അവര് പറയാൻ പോകുന്നത് ഇനി ഇത് ആവർത്തിക്കുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് പോകണ്ട, അത് ശരിയാവില്ല. ഇത്തവണത്തേക്ക് പോട്ടെ, ഇനി വേണ്ട. എന്താ നോക്കുന്ന? ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണിനെയാണല്ലോ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കിയതാ. അജുവേട്ടന്റെ മനസ്സിന്റെ വലിപ്പമൊന്നും എനിക്കില്ല അജുവേട്ടാ. അജുവേട്ടനെ എനിക്ക് തന്നതില് ഞാൻ ആ ദൈവത്തോട് നന്ദി പറയണ്ടേ.